Hello students, in our last class we have completed the lesson the song of songs and the side questions of the lesson also, isn't it? So today we are going to see the activities in that lesson. Okay, follow the lesson, there are some activities, that's what we are going to see today. Okay, let's start then. So, today we are going to learn how to write a character sketch, otherwise, how to describe a person. That is what we are going to see today. Okay, in your last smaller classes you used to write describing the pictures of picture description ഒക്കെ എഴുതിയിട്ടുണ്ടാവും അല്ലേ. ഒരു പിക്ചർ കൊടുത്തിട്ട് യു ഹാവ് ടു റൈറ്റ് അബൌട്ട് ദ പിക്ചർ. ആ പിക്ചർ എങ്ങനെയാണുള്ളത്, അതിൽ എന്തൊക്കെയാണുള്ളത് നോക്കിയിട്ട് യു ഹാവ് ടു റൈറ്റ് അബൌട്ട് ദ പിക്ചർ, ഇസ്ന്റ് ഇറ്റ്? ബട്ട് നൗ വി ആർ ഗോയിങ് ടു റൈറ്റ് അബൌട്ട് എ പേഴ്സൺ ക്യാരക്ടർ. ഓക്കെ, ഒരു പേഴ്സൺ, അതിൽ പിക്ചറല്ല, ഇവിടെ ഒരു ആളിനെ പറ്റിയിട്ടാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. സോ you can see some words here. Inside this box they have given some words to help you to write about a person's character, otherwise to describe a person. Here are a few words generally used to describe a person. Refer to a good dictionary and find out the meaning of the unfamiliar words given in the list. Okay, they have given so many words here, so you just read these words, and if you find any word that is you don't know, for example ഇവിടെ friendly, curious പറഞ്ഞാൽ ഒരു ആകാംക്ഷ, then short, humble പറഞ്ഞാൽ നമ്മൾ എത്രയൊക്കെ ഒന്ന് അവരെ പ്രൈസ് ചെയ്ത് പറഞ്ഞാലും അവർ അതൊന്നും മൈൻഡ് ചെയ്യാതെ എപ്പോഴും പോലെ തന്നെ നോർമലായിട്ട് ശാന്തമായിട്ട് നിൽക്കും. സോ ദാറ്റ് പേഴ്സൺ ആ ഹംബിൾ പേഴ്സൺ എന്ന് പറയാം. ഓക്കെ, ഭയങ്കര റിച്ച് ആണെങ്കിലും അല്ലെങ്കിൽ ഭയങ്കര കുറേ അവർക്ക് പവർ ഉണ്ടെങ്കിലും അതൊന്നും കാണിക്കാതെ നോർമലായിട്ട് ബിഹേവ് ചെയ്യുന്ന ആളിനെയാണ് ഹംബിൾ പേഴ്സൺ എന്ന് പറയാം. ദെൻ ഡാർക്ക്, ബ്രേവ് പറഞ്ഞാൽ ധൈര്യം, ഷൈ, ലേസി, കെയറിങ്, റെസ്പോൺസിബിൾ ഉത്തരവാദിത്വമുള്ള, ഹെൽപ്ഫുൾ, എനർജറ്റിക്, സ്റ്റബൺ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പിടിവാശി, ഓക്കെ, ഇങ്ങനെ വാശി പിടിച്ചിരിക്കില്ല, അതാണ് സ്റ്റബൺ. ഫണ്ണി, ലവിങ്, കൂൾ, ജെൻറ്റിൽ, ഇംപേഷ്യൻറ്റ് ക്ഷമ ഇല്ലാത്ത ആൾ. കാം, ക്വയറ്റ്, ക്രൂവൽ പറഞ്ഞാൽ എന്താ, അങ്ങനെ ഭയങ്കര ബാഡായിട്ടുള്ള. ഓക്കെ, ജെൻറ്റിൽ ഗുഡിൻ്റെ ഒക്കെ ഓപ്പോസിറ്റാണ്. ക്രൂവൽ പറഞ്ഞാൽ അങ്ങനെ മൃഗം പോലെ ബിഹേവ്, അങ്ങനെ അത്രയൊക്കെ പറയാം. ദെൻ സപ്പോർട്ടീവ്, ഫെയ്ത്ത്ഫുൾ പറഞ്ഞാൽ വിശ്വാസമാണ്. ദെൻ വൈസ്, ബ്രില്യൻറ്റ്, വൈസ് പറഞ്ഞാൽ ആകെ നല്ല ബുദ്ധിയുള്ള ആൾക്കാർ. ദെൻ പേഷ്യൻറ്റ്, കൈൻഡ്, ഡിറ്റർമൈൻഡ് മീൻസ് ദറ്റ് ഈസ് വി ആർ ഷുവർ ഇൻ ഡൂയിങ് സംതിങ്. ഒരു കാര്യം ഉറപ്പിച്ച് ഒരു കാര്യത്തിൽ ഉറച്ച് നിൽക്കൂലേ, സ്ട്രോങ് ആയിട്ട്, ദറ്റ് ഈസ് ഡിറ്റർമൈനിങ്. ആൻഡ് ദെൻ സ്ലിം, സ്മാർട്ട്, ഓണസ്റ്റ്, മിസ്റ്റീവിയസ്. ആൻഡ് ദെൻ മിസ്റ്റീവിയസ് പറഞ്ഞാൽ നോട്ടി. ഓക്കെ, ഇങ്ങനെ കുർത്തക്കേട്, മിസ്റ്റീവിയസ് എന്നൊക്കെ പറയില്ല, അതാണ്. ദെൻ വീക്ക്, foolish, wild, unhappy, serious. These are the words that you can use to describe a person. ഓക്കെ, ഈ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഒരു പേഴ്സണെ സുഖമായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാം. സോ ഫസ്റ്റ് വർക്ക് ഇൻ പാസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ വേർഡ്സ് ദറ്റ് ഡിസ്ക്രൈബ് യുവർ പാർട്ട്ണർ. Then ask your partner to describe you and you can in turn describe him or her. So when we were at school നമ്മൾ 2 ആളായിട്ട് പെയർ ആക്കി. ആൻഡ് ദെൻ ഇപ്പോൾ ഫസ്റ്റ് ഒരാൾ ഈ മോളിൽ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ബോക്സിലുള്ള കൊടുത്തിട്ടുള്ള വേർഡ്സൊക്കെ വെച്ചിട്ട് അയാൾ എങ്ങനെയാണെന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് തന്നെ എടുക്കുക. അപ്പോൾ നമ്മൾ വി നോ അബൌട്ട് അവർ ഫ്രണ്ട് വെരി വെൽ, ഇസ്ന്റ് ഇറ്റ്? So we can select any one friend by using these words in the box. You have to make a description about your friend. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട് എങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ സ്കൂളിൽ വന്നിട്ടില്ല, ഓക്കെ, ബട്ട് യു നോ യുവർ ഫ്രണ്ടിനോ, മേ ബി സ്കൂൾ ഫ്രണ്ട് ആവാം, അല്ലെങ്കിൽ വീടിൻ്റെ അടുത്തുള്ള ഫ്രണ്ട് ആവാം, ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം, ബട്ട് യു നോ സംതിങ് അബൌട്ട് ദം വെരി ക്ലിയർലി. ഓക്കെ, സോ അപ്പോൾ ഈ വേർഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഇതിൽ ഏത് വേർഡാണോ അവർക്ക് സൂട്ടാവുക അതിനെ ബേസ് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് യു ഹാവ് ടു ഡിസ്ക്രൈബ് ദം. സോ അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഏതൊക്കെ പോയിൻറ്റ്സാണ് നിങ്ങൾ മൈൻഡിൽ വെക്കേണ്ടത്,
So that is what given here. Okay, so first appearance. So appearance നമ്മൾ ഏത് വേർഡൊക്കെ യൂസ് ചെയ്യാൻ പറ്റും? ദെൻ എന്താണ് ഇവിടെ കുറേ ഉണ്ടല്ലോ, അങ്ങനെ ഷോർട്ട്, ഫണ്ണി, കൂൾ, ജെൻറ്റിൽ, അങ്ങനെ കുറേ ഏത് വേർഡ് വേണമെങ്കിലും വി ക്യാൻ യൂസ്. ഓക്കെ, ഫസ്റ്റ് അപ്പിയറൻസ്, കാണാൻ എങ്ങനെ ഉണ്ട്, പിന്നെ ഫിസിക്കൽ ആൻഡ് പേഴ്സണൽ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. ഓക്കെ, അവളുടെ സ്ട്രെങ്ത് എന്താ, വീക്ക്നെസ് എന്താന്ന് പറയുമ്പോൾ ക്യാരക്ടർ, അബൌട്ട് ക്യാരക്ടർ. ഓക്കെ, ആൻഡ് ദെൻ ലൈക്സ്, ഇഷ്ടമുള്ളത്, ഇഷ്ടമില്ലാത്തത്, ഹൗ ദ ക്യാരക്ടേഴ്സ് ഫീൽ അബൌട്ട് ഹിം ആർ ഹെർ. ഓക്കെ, ദറ്റ് ക്യാരക്ടേഴ്സ്, അടുത്തുള്ളവരൊക്കെ അവരെ പറ്റിയിട്ട് എന്താണ് വിചാരിക്കുന്നത്. ദെൻ പേഴ്സണാലിറ്റി അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി, ആൻഡ് ദെൻ change in personality as the story progresses, your opinion about the character. ഓക്കെ, സോ ഇവിടെ ക്യാരക്ടർ സ്കെച്ചിനുള്ളതാണ് കൊടുത്തത്. ഓക്കെ, ഫസ്റ്റ് ഇതിൽ ഈ സ്റ്റോറി റിലേറ്റഡ് ആണ്. ആ സ്റ്റോറി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരു പോയിന്റ് ഉണ്ടായിട്ടുണ്ടാവും, പിന്നെ ഫിനിഷ് ആകുമ്പോൾ വേറെ ഒരു പോയിന്റ് ആകും. അതേപോലെ മേ ബി നിങ്ങൾ ഒരു ഫ്രണ്ടിനെ കണ്ട സമയത്ത് തുടക്കത്തിൽ അയാളിനെ പറ്റി എന്താ വിചാരിച്ചത്, ദെൻ അറ്റ് ലാസ്റ്റ് ഹൗ യുവർ ഒപ്പീനിയൻസ് ഹാവ് ചേഞ്ച്ഡ്. ഇൻ ദാറ്റ് വേ യു ക്യാൻ റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ. ദേ ഹാവ് ഗിവൺ എ എക്സാമ്പിൾ ഹിയർ. ഓക്കെ, ഒരു സാമ്പിൾ ക്യാരക്ടർ സ്കെച്ച് ദേ ഹാവ് given here. We can see that. Look at the hints and develop them. So Ramu is a 12-year-old boy. He is tall and lean. Okay, അപ്പോൾ അപ്പിയറൻസിനെ പറ്റിയിട്ട് ഒരു പോയിന്റ് കൊടുത്ത്, ടോൾ ആണ്, ലീൻ ആണ്, മെലിഞ്ഞിട്ടാണ്. Then he is always sleepy and people make fun of him, but he is honest. Okay, so personal strength എന്താ, ഓണസ്റ്റ് അല്ല, ഹോണസ്റ്റ് ആയിട്ട് അങ്ങനെ സത്യസന്ധല്ല ഒരു ആളാണ്. ബട്ട് വീക്ക്നെസ് എന്താ, ആൾവേസ് സ്ലീപ്പി, എപ്പോഴും ഇങ്ങനെ ഉറക്കം തൂങ്ങിയിട്ടാണ് നടക്കുക. അതുകൊണ്ട് ആൾക്കാരൊക്കെ അവനെ കളിയാക്കും. ആൻഡ് ദെൻ ഹീ ലൈക്സ് ലിസണിങ് ടു മ്യൂസിക് ബട്ട് ഹി ഡസൻ ലൈക്ക് സ്പോർട്സ്. സോ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സിനെ പറ്റിയിട്ട് എഴുതി. ഓക്കെ, മ്യൂസിക് ഇഷ്ടമാണ്, സ്പോർട്സ് ഇഷ്ടമല്ല. ദെൻ നെക്സ്റ്റ് പേഴ്സണാലിറ്റി ഇൻ ദ ബിഗിനിങ്. സോ റാമു ഇസ് എ വീക്ക്ലിംഗ് and he is looked down upon by others. Okay, beginning കണ്ട സമയത്ത് രാമുവിനെ കണ്ടപ്പോൾ എന്ത് തോന്നി, ഭയങ്കര വീക്കായിട്ടുള്ള ഒരാളായിട്ടാണ് തോന്നിയത്. ബട്ട് he becomes brave after an encounter with a tiger. Okay, പിന്നെ ചേഞ്ച്, പേഴ്സണാലിറ്റിയിൽ ഒരു ചേഞ്ച് വന്നു. ഒരു ടൈഗറിനെ എൻകൗണ്ടർ ഇൻ ദ സെയിം നേരിട്ട് കണ്ടപ്പോൾ അവളും കുറച്ചും കൂടി ധൈര്യശാലിയായി. And then I think he deserves to be treated with respect. My opinion. At last you can finish up your ക്യാരക്ടർ സ്കെച്ച് വിത്ത് യുവർ ഒപ്പീനിയൻ. ഓക്കെ, നിങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലും സജഷൻ പറയാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവൻ അങ്ങനെ ആയാൽ മതിയായിരുന്നു, അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും പറഞ്ഞ് നിങ്ങൾ ഫ്രണ്ടിൻ്റെ ക്യാരക്ടർ സ്കെച്ച് യു ക്യാൻ ഫിനിഷ് ഇറ്റ് അപ്പ്. സോ ഫസ്റ്റ് വാട്ട് യു ഹാവ് ടു ഡു ഇസ് you have to write a character sketch. Okay, you have to describe about your friend in minimum 10 sentences. Okay, that is 3/4 of your notebook page. You have to write about your friend. You can make use of these words that was given in this ബോക്സ്. ആ ബോക്സിൻ്റെ ഉള്ളിലുള്ള വേർഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഈ രാമുവിനെ പറ്റിയിട്ട് എഴുതിയത് കണ്ടില്ലേ, അതേ ബേസിക് ആ ഫോർമാറ്റിൽ യു ക്യാൻ റൈറ്റ് അബൌട്ട് യുവർ ഫ്രണ്ട്. ബട്ട് ഇവിടെ പോയിൻ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ എഴുതണ്ട, യു ജസ്റ്റ് റൈറ്റ് ഇറ്റ് ആസ് എ പാരഗ്രാഫായിട്ട് എഴുതിയെടുക്കാം. ഓക്കെ, സോ ദറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ് യു ഹാവ് ടു ഡു. ദെൻ നെക്സ്റ്റ് ബി, you have read the story The Song of Songs. What do you feel about the character of Tansen? Let's develop the hints given and make a brief character sketch of Tansen. Okay, so ഇവിടെ ഒരു കുറച്ച് ഹിൻസ് കൊടുത്തിട്ടുണ്ട്. We have to use the hints and we have to write a paragraph about the character sketch of Tansen. Okay, so Tansen bowed in silent gratitude. Which aspect of Tansen's behavior is seen here? Select a word from those given below. ഓക്കെ, സോ അങ്ങനെ ബൗഡ് ചെയ്തിട്ട് ആരെ നോക്കിയിട്ടാണ് ബൗ ചെയ്തത്? ഓബ്വിയസ്ലി എംപറർ. ഓക്കെ, എംപറർ അക്ബറിനെ നോക്കിയിട്ടാണ് ബൗ ചെയ്തത്. സോ അത് എന്ത് ക്യാരക്ടറെയാണ് കാണിക്കുന്നത്? റെവറൻറ്റ് ആണോ, അറഗൻറ്റ്, ക്രാഫ്റ്റി, സ്കോൺഫുൾ? സോ ഇതൊക്കെ ഈ അറഗൻറ്റ്, ക്രാഫ്റ്റി, സ്കോൺഫുള്ളൊക്കെ നെഗറ്റീവ് വേർഡ്സ് ആണ്. റെവറൻറ്റ് ആണ് എന്താ, ഷോയിങ് ഡീപ്പ് റെസ്പെക്റ്റ്. റെവറൻറ്റ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്താ, ഒരാളിന്
അത്രയും ബഹുമാനം, ഓക്കെ, ഡീപ്പ് മര്യാദ, ആത്മാർത്ഥമായിട്ടുള്ള ഒരു ബഹുമാനം നമ്മൾ കൊടുക്കൂലേ, ഒരു മര്യാദ ഉണ്ടാവില്ലേ, അത് ഒരു റെസ്പെക്റ്റ്, അതിനാണ് റെവറൻറ്റ് എന്ന് പറയാം. സോ ഈ വേർഡാണ് ഇതിന് കറക്റ്റായിട്ടുള്ള വേർഡായിരിക്കുക. Then second, Tansen says, there is someone who sings better than I do. So choose the word which best describes his attitude. So proud, diffident, egoistic, humble. Okay, അവർ എംപറർ തന്നെ പറഞ്ഞു ഈ ലോകത്തിൽ തന്നെ യു ആർ ദ ബെസ്റ്റ് സിംഗർ, ബട്ട് ഹീസ് നോട്ട് ഫ്ലാറ്റഡ്. ഓക്കെ, അത് കേട്ടിട്ട് ഞാൻ വലിയ എല്ലാ സംഭവമാണ് എന്നല്ല, അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. അല്ല, എന്നെക്കാട്ടിലും നല്ല പാടുന്ന ഒരാളുണ്ട്, അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലേ. ദാറ്റ് ഹീസ് വെരി ഹംബിൾ. ഓക്കെ, ഹംബിൾ. Then third, very well Ustadi, said Akbar, smiling into Tansen's half-scared eyes. Tansen is afraid of the emperor. Which word tells this? ഓക്കെ, ഇങ്ങനെ എംപററിനെ കാണാൻ പേടിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. സോ അപ്പോൾ അതിൽ ഏത് വേർഡാണ് അത് പറയുന്നത്? ഹാഫ് സ്കാർഡ് ഐസ്. ഓക്കെ, അതാണ് ടാൻസറിന് പേടിയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ സെൻറ്റൻസ് റീഡ് ചെയ്യുമ്പോഴാണ്. സോ ഹാഫ് സ്കാർഡ് ഐസ്, അതാണ് അതിൻ്റെ ആൻസർ. Then fourth one, Tansen knew how to get round him. He made a deliberate mistake. So which word best describes his attitude? Clever, kind, shy. ഇവിടെ എന്താണ്? ക്ലവർ ആണ്, ബ്രില്യൻ്റ് ആണ് ടാൻസൺ. അതുകൊണ്ടാണ് ഷീ നോസ് അവിടെ പാടൂല, ഞാൻ പാടുന്നത് നിർത്തിയിട്ട് കുറേ അയ്യന് ഗുരു പറഞ്ഞപ്പോഴും ദറ്റ് ഈസ് ഗുരു ഹരിദാസ് പറഞ്ഞ സമയത്തും ഹി ജസ്റ്റ് മേഡ് എ പോയിൻറ്റ്. ഓക്കെ, ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് ക്ലവറായിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കി ഗുരുവിനെ കൊണ്ട് തന്നെ പാടിപ്പിച്ചു. സോ വി ക്യാൻ യൂസ് ദ വേർഡ് ക്ലവർ ഹിയർ. ഓക്കെ, സോ വിത്ത് ദിസ് നൗ ബൈ യൂസിങ് ദീസ് പോയിൻറ്റ്സ് ദാറ്റ് വി ഹാവ് ടിക്കണോ, അത് യൂസ് ചെയ്തിട്ട് ഈ ഹിൻസ് ഒക്കെ അതിനെ ഹിൻ്റായിട്ട് യൂസ് ചെയ്തിട്ട് വി ഹാവ് ടു റൈറ്റ് ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ടാൻസൻ. Okay, so this, if you feel that this space is enough, your textbook space is enough for you, then you can write the character sketch in your textbook itself. Otherwise, if you feel that this is not enough, then you can write in your notebook. I suggest it's better you can write in your notebook, because definitely this space is not going to be enough to write the character sketch of Tansen. Okay, so ഇതിൽ എന്തൊക്കെ പോയിൻറ്റ്സ് ഉണ്ട്? ടാൻസൺ ഇങ്ങനെ ബൗ ചെയ്ത് ഹീ ഷോസ് ഗ്രേറ്റ് റെസ്പെക്റ്റ് ടു ദ കിങ്. സോ ഇതെന്ത് കാണിച്ചു? കിങ് തന്നെ ഭയങ്കര കിങ് തന്നെ പ്രൈസ് ചെയ്തിട്ടും അതിനൊന്നും ഇതിങ്ങനെ വലിയ ആളാണെന്നുള്ള വിചാരം ഒന്നും ഇല്ലാണ്ട് ഫ്ലാറ്ററായി പോവാണ്ട് ആ പ്രൈസിനൊക്കെ അങ്ങനെ പുകഴ്ത്തി പറഞ്ഞതിനൊക്കെ ഫ്ലാറ്റർ ആവാണ്ട് ഹീ സ്റ്റിൽ റിമൈൻ ഹംബിൾ. ഓക്കെ, ഹംബിളായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ആ പോയിൻ്റ് ചെയ്താൽ പിന്നെ ആൻഡ് അഗൈൻ എന്താണ് സോ ദാറ്റ് ഷോസ് ദ റെവറൻറ്റ് ഓഫ് ടാൻസൺ. ഓക്കെ, അത് എന്ത് കാണിക്കുന്നു? അപ്പോൾ ആ കിങ്ങിൻ്റെ മുകളിലുള്ള ആ ബഹുമാനം, ആ റെസ്പെക്റ്റ്, ആ റെവറൻറ്റിനെ കാണിക്കുന്നുണ്ട്. ആൻഡ് ദെൻ അഗൈൻ ടാൻസന് പേടിച്ചില്ല, കണ്ണുനോക്കി പറയും. ടാൻസന് എന്താണ് അക്ബറിനെ എതിർത്ത് സംസാരിക്കുമ്പോൾ, ദാറ്റ് ഈസ് ഗുരു ഇങ്ങോട്ട് വരില്ല എന്ന് പറയുമ്പോൾ പേടി ഉണ്ടായിരുന്നല്ലോ. ബട്ട് അത് അങ്ങനെ തന്നെ ഒരു ഇതായിട്ട് അങ്ങനെ സ്ട്രോങ് ആയിട്ട് ഗുരു വരില്ല എന്ന് അങ്ങനെ പറയാനും പറ്റില്ല. സോ അത് ആ ഒരു പേടി ഉണ്ടെന്നും കൂടി കാണിക്കുന്നുണ്ട് ഇതാ. പിന്നെ he made a deliberate mistake. Again, this point എഴുതിയിട്ട് ദാറ്റ് ഷോസ് ദാറ്റ് ടാൻസൺ ഇസ് വെരി ക്ലവർ. ഓക്കെ, അങ്ങനെ പാടൂല, ഒരിക്കലും പാടൂല എന്ന് പറഞ്ഞ ആളിനെ തന്നെ കൊണ്ട് തന്നെ പാടിപ്പിച്ചില്ലേ. സോ അതിൽ ഭയങ്കര ടാൻസൺ ക്ലവർ ആണെന്ന് പറഞ്ഞിട്ട് സോ ഈ പോയിൻറ്റ്സൊക്കെ യൂസ് ചെയ്തിട്ട് you can write the character sketch of Tansen. And then next again the sketch the character of Sant Haridas. അതേപോലെ the Guru Sant Haridas. No, we are going to write the character sketch of the Guru. Okay, അപ്പോൾ Guru, that is Sant Haridas. അപ്പോൾ Sant Haridas എന്തൊക്കെയാണ് പറഞ്ഞത്? ഓക്കെ, സാൻറ്റ് ഹരിദാസ് ടാൻസൻസ് മ്യൂസിക് ടീച്ചർ അല്ലേ, ആൻഡ് ഹി ലീഡ്സ് ദ ആസ്റ്റിയർ ലൈഫ് ഓഫ് എ
ഹെർമിറ്റ് isn't it? സോ അവരുടെ സൗണ്ട് എങ്ങനെ, അവർ മ്യൂസിക് എങ്ങനെയായിരുന്നു, ഇറ്റ് ഇസ് നോട്ട് കമ്മിങ് ഔട്ട് വെൻ എനി വൺ ഇസ് ആസ്ഡ്. ആരെങ്കിലും പാടെന്ന് പറയുന്ന സമയത്തല്ല പാടില്ല. ഇറ്റ്സ് എ ഫ്രീ ആണ്, അൺആസ്ക്ഡ്, ആരും ചോദിക്കാത്ത സമയത്ത് ഹരിദാസിന് തോന്നിയാൽ മാത്രമാണ് പാടുക. അതിന് ആർക്ക് വേണ്ടിയിട്ട്? ടു ദ കിങ് ഓഫ് കിങ്സ്, ദാറ്റ് ഇസ് ഫോർ ഗോഡിന് വേണ്ടി മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പാടുള്ളൂ. സോ ഇപ്പോൾ അതിന് എന്താ അങ്ങനെ പറഞ്ഞ സമയത്ത് ഇപ്പോൾ വേണമെങ്കിൽ ഇത് സാൻഡ് ഹരിദാസനും എന്ത് ചെയ്യാം, ഇപ്പോൾ ടാൻസന് വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഏതെങ്കിലും ഒരു പാലസിൽ പോയിട്ട് ഹീ ക്യാൻ വർക്ക് ആസ് എ സിംഗർ. ഓക്കെ, അവിടെ ഒരു സിംഗറായിട്ട് തന്നെ ജീവിച്ചിട്ട് പൈസയൊക്കെ ഉണ്ടാക്കുക. അത്രയും നല്ല പാടുന്ന ആളല്ലേ. ബട്ട് ഹീ ഡസൻറ്റ് ലൈക്ക് ടു ഡു ലൈക്ക് ദാറ്റ്. ഹീ ലിവ്സ് എ നാസ്റ്റിയർ ലൈഫ്. ഓക്കെ, അതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് സൊസൈറ്റിയിലിരുന്നും അവിടുത്തെ ഉള്ള എല്ലാ നല്ല സുഖങ്ങളിലിരുന്നും മാറി നിന്ന് ഒരു ദൂരേക്ക് ഒരു സ്ഥലത്ത് ഹെർമിറ്റായിട്ടാണ് ഓക്കെ ജീവിക്കുന്നത്. സോ ദാറ്റ് ഷോസ് ഹിസ് സിംപ്ലിസിറ്റി. ഓക്കെ, ആൻഡ് ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്തു, അതേപോലെ രണ്ടാളും പാട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ സമയത്തും ഹീ ഈസ് വെരി ഡിറ്റർമൈൻഡ്. അവരുടെ കാര്യത്തിൽ, അവരുടെ പോയിന്റിൽ സാൻഡ് ഹരിദാസ് ഉറപ്പിച്ച് തന്നെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ടാൻസൺ തെറ്റ് ചെയ്യുമ്പോൾ, ആൻഡ് അഗൈൻ ടാൻസൺ തെറ്റ് ചെയ്യുമ്പോൾ ഗുരുവിന് ആ തെറ്റ്, അതിൻ്റെ ശിഷ്യ തെറ്റ് ചെയ്യുന്നത് ഇഷ്ടമാവില്ലല്ലോ. സോ അത് കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ടാൻസൺ തന്നെ ഹരിദാസ് തന്നെ വാങ്ങിച്ചിട്ട് ദെൻ ഹി സ്റ്റാർട്ടഡ് ടു സിങ്. അപ്പോൾ അവരുടെ സൗണ്ട് എങ്ങനെയായിരുന്നു, ഇറ്റ്സ് ലൈക്ക് ഹിപ്നട്ടൈസിങ്, ഇറ്റ്സ് ഹിപ്നട്ടൈസ്ഡ് അക്ബർ ആൻഡ് ടാൻസൺ. അത്രയ്ക്കും സ്വീറ്റായിട്ട്, അത്രയ്ക്കും മെലഡി ആയിട്ടുള്ള ഒരു ലവബിൾ വോയിസ് ആയിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വി ക്യാൻ ഫിനിഷ് അപ്പ് ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് Sant Haridas. Okay, and the next one is second activity A, B, C. These three activities, if we are at school we can do it. എന്തായാലും ആ ഡ്രാമ that is a Tansen സ്റ്റോറീനെ ഒരു ഡ്രാമ ആക്കി ചെയ്തിട്ട് പിന്നെ അതിനെ പറ്റിയിട്ടുള്ള റിവ്യൂസൊക്കെ എഴുതാനുള്ളതാണ്. സോ എനിവേ ദിസ് വി ആർ നോട്ട് ഗോയിങ് ടു ഡു. സോ വി ആർ ഡയറക്ട്ലി കമ്മിങ് ഓൺ ടു ആക്ടിവിറ്റി 3. Okay, and again activity 3 is a diary entry. I think you all people know what is diary entry. So many of you might have that habit. നമ്മൾ ഡയറി എഴുതില്ല. അന്നാൾ ഇപ്പോൾ ഒരു നാൾ രാവിലെ മുതൽ ഫ്രം മോർണിംഗ് ടിൽ ദ ടൈം വി ഗോ ടു സ്ലീപ്പ് എന്തൊക്കെയാണോ സംഭവിച്ചത് അതൊക്കെ ഒരു ഡയറിയിൽ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിലൊക്കെ എഴുതിയെടുക്കുന്ന ആ ക്യാരക്ടർ. സോ മെനി പീപ്പിൾ ആർ ഹാവിങ് ദറ്റ് ഹാബിറ്റ്. അത് എഴുതിയെടുക്കുക. അപ്പോൾ എഴുതിയെടുക്കുമ്പോൾ ഡേറ്റ് എന്തായാലും മെൻഷൻ ചെയ്യും. സം ഡയറീസ് യൂസ് ടു ഹാവ് ദ ഡേറ്റ് ഇൻ ദ ടോപ്പ് ഓഫ് ദ പേജ്. ഓക്കെ, അതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ടാവും. ബട്ട് സം ഡയറീസിൽ അങ്ങനെ ഡേറ്റ് ഇല്ലാത്ത ഡയറീസും ഉണ്ട്. സോ വെനെവർ വി ആർ സ്റ്റാർട്ടഡ് ടു റൈറ്റ് എ ലെറ്റർ, ഫസ്റ്റ് വി ഹാവ് ടു റൈറ്റ് ദ ലെറ്റർ അല്ല, ഡയറി എൻട്രി എഴുതുമ്പോൾ വി ഹാവ് ടു റൈറ്റ് ദ ഡേറ്റ്. ഓക്കെ, ആൻഡ് ദെൻ you can see here a diary entry is a record of the personal thoughts and feelings of a person. We usually write short simple sentences including fragments. Okay, so diary entry എന്ന് പറയുമ്പോൾ it should not be a lengthy one. Okay, നമ്മൾ ഈ ബുക്കൊക്കെ വായിക്കുന്നത് പോലെ വലിയ സെൻറ്റൻസ് വെച്ചിട്ട് എഴുതുന്നത്. ഇറ്റ് ക്യാൻ ബി വെരി ഇൻഫോർമൽ. ഓക്കെ, നമ്മളുടെ കാര്യം വെച്ചിട്ട് നമ്മൾ ഡയറി എഴുതുന്നതാണ്. സോ അത് ഇൻഫോർമലായിട്ട് ഷോർട്ട് സെൻറ്റൻസ് ആക്കിയിട്ടൊക്കെ വി ക്യാൻ റൈറ്റ് ഇറ്റ്. ഓക്കെ, ബട്ട് തിങ് ഈസ് അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം. ആ ഒരു രീതിയിൽ എഴുതിയെടുത്താൽ മതി. സോ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ടുഡേ ഐ വാസ് വെരി സാഡ്, മൈ ബെസ്റ്റ് ഫ്രണ്ട് ജ്യോതി ഡിഡ് നോട്ട് സ്പീക്ക് ടു മീ, ഫെൽറ്റ് ഷീ വാസ് റൂഡ്, വാണ്ടഡ് ടു ടോക്ക് ടു ഹർ. സോ ഇവിടെയൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഫെൽറ്റ് അത് ഒരു വെർബാണ് അല്ലേ. വെർബ് വെച്ചിട്ടാണ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വാണ്ടഡ് അഗെയിൻ വെർബാണ്, വെർബ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജനറലി നമ്മൾ എന്ത് ചെയ്യും, സെൻറ്റൻസ് എഴുതുമ്പോൾ ഷീ വാണ്ടഡ് ടു, ഷീ, ഐ ഫെൽറ്റ്, അപ്പോൾ ഐ, ഹീ, സി ആ വേർഡൊക്കെ വരും. അത് ഒന്നുമില്ലാണ്ട് ഡിറക്ട്ലി ഇറ്റ് സ്റ്റാർട്ടഡ് വിത്ത് എ വെർബ്. Okay, and then she refused, asked about it. Anything she said was a yes or no answer. Tried to crack jokes and cheer her up, but she remained silent. Something had gone wrong with her. Mathematics teacher even scolded her for not answering her questions. Found out the reason in the evening. Her dog's herd attacked her favorite kitty.
പുവർ തിങ്. ഓക്കെ, അവരുടെ കിറ്റീനെ അവരുടെ ഡോഗ് തന്നെ കടിച്ച് ആ കാരണം കൊണ്ട് ആ കാര്യം ആലോചിച്ചിട്ടാണ് ഇങ്ങനെ ആ കുട്ടി സങ്കടത്തിൽ ഇരിക്കുന്നത്. സോ അത് എന്തോ ഒരു ചെറുതായിട്ട് ആ കുട്ടീനെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് വൈ ഹി മെൻഷൻ ദറ്റ് പോയിന്റ് ഇൻ ഹർ ഡയറി ആൻഡ് റൈറ്റിംഗ് ഡൗൺ. ഡയറിയിൽ എഴുതിയെടുത്തു. സോ ഇതിൽ നമ്മളിപ്പോൾ എന്താ, ലെറ്റ്സ് ഡിസ്കസ് ദ ഇമ്പോർട്ടൻറ്റ് എലിമെൻറ്റ്സ് ഓഫ് ഡയറി എൻട്രി. സോ ഈസ് ദർ എ ഡേറ്റ് മെൻഷൻ ഇൻ ദ ഡയറി എൻട്രി? യെസ്. ഇവിടെ ഒരു ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടോ? യെസ്, വി ആർ മെൻഷനിങ് എ ഡേറ്റ് ഇൻ ദ ഡയറി എൻട്രി. ഹൗ ഡസ് ദ ഡയറി എൻട്രി ഓപ്പൺ? സോ ടുഡേ. ഓക്കെ, ഇന്ന് എന്താണോ സംഭവിച്ചത്, സോ നമ്മൾ ഇന്നത്തെ ദിവസമാണ് എഴുതെങ്കിൽ ടുഡേന്ന് സ്റ്റാർട്ട് ചെയ്യും. അല്ലെങ്കിൽ യെസ്റ്റർഡേത്തെ കാര്യമാണെങ്കിൽ യെസ്റ്റർഡേ കഴിഞ്ഞ ഒരു കാര്യം പറ്റിയിട്ടാണ് എഴുതുന്നത് യെസ്റ്റർഡേ. ചില ആൾക്കാർ യൂസ്ഡ് ടു റൈറ്റ് ഡയറി എവ്രി ഡേ. ഓക്കെ, എല്ലാ ദിവസവും നൈറ്റ് ഉറങ്ങാൻ പോവാൻ നേരത്ത് ഡയറി എഴുതിയിട്ട് കിടക്കും. ബട്ട് സം പീപ്പിൾ യൂസ്ഡ് ടു ഡു ഫോർ ആൻ ഇമ്പോർട്ടൻറ്റ് ഒക്കേഷൻ ഓൺലി. അപ്പോൾ എന്നെങ്കിലും ഒരു ദിവസം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നടന്നിട്ടുണ്ട്, ഓക്കെ, അവരുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അന്ന് മാത്രം ഡയറി എഴുതുക, അങ്ങനെയുള്ളവരുണ്ട്. സോ ദർ ആർ ടു ടൈപ്പ്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ആ ഡയറി ഡേറ്റ് മെൻഷൻ ചെയ്തിട്ട് എഴുതാൻ തുടങ്ങുന്നത്. ഓക്കെ, ദെൻ ഹൗ ഡസ് ദ ഡയറി എൻട്രി ഓപ്പൺ? സോ ടുഡേ, അന്ന് ആണ് എഴുതിയതുകൊണ്ട് സോ ടുഡേ ആണ് എഴുതിയിട്ടുള്ളത്. ആൻഡ് ദെൻ വാട്ട് ക്യാൻ യു സേ അബൌട്ട് ദ സെൻറ്റൻസസ് യൂസ്ഡ് ഇൻ ദ ഡയറി? ആ ഡയറിയിൽ യൂസ് ചെയ്ത സെൻറ്റൻസസ് ഞാൻ നേരത്തെ പറഞ്ഞു. ദീസ് സെൻറ്റൻസസ് സ്റ്റാർട്ട് വിത്ത് വെർബ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, നോട്ട് വിത്ത് നൗൺ. നൗൺ വെച്ചിട്ടുള്ള, ജസ്റ്റ് ഇറ്റ് സ്റ്റാർട്ടഡ് വിത്ത് വെർബ്. ഓക്കെ, സോ ഷോർട്ടായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ്, വാട്ട് ആർ ദ ഫീലിങ്സ് എക്സ്പ്രസ്ഡ് ഇൻ ദ ഡയറി? സോറോ, ഹാപ്പിനെസ് ആർ എക്സൈറ്റ്മെൻറ്റ്. സോറോ പറയുമ്പോൾ സങ്കടമാണ്. ആക്ച്വലി ഇതൊരു സങ്കടം പറഞ്ഞിട്ടാണ് ഈ ലെറ്റർ എഴുതിയത്, അല്ല ഈ ഡയറി എൻട്രി എഴുതിയത്. സോ സോറോ ആണ്. ആൻഡ് ദെൻ വാട്ട് ഇൻഡിക്കേഷൻ ഓഫ് ടൈം ഡു യു ഗെറ്റ് ഫ്രം ദ ഡയറി എൻട്രി? സംതിങ് ഹാസ് ഹാപ്പൻഡ്, ഇസ് ഹാപ്പനിങ്, അതർവൈസ് വിൽ ഹാപ്പൻ. സോ ഈ സെൻറ്റൻസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ദറ്റ് ഈസ് ഇത് രാവിലെ മുതൽ ഈവനിങ് നൈറ്റ് കിടക്കാൻ നേരം വരെ ആ കുട്ടീൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളാണ് എഴുതുന്നത്. സോ ഇറ്റ് ഈസ് ഇൻ പാസ്റ്റ് ടെൻസ്. നമ്മൾ ഡയറി എഴുതുമ്പോൾ ദാറ്റ് പോയിന്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമ്മൾ ആൾറെഡി ഫിനിഷായ കാര്യമാണ് എഴുതുള്ളൂ. സോ അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ ഡോണ്ട് ഫർഗെറ്റ് ടു യൂസ് പാസ്റ്റ് ടെൻസ്. ഓക്കെ, പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്തിട്ടാണ് എഴുതുക. അതിന് ഇവിടെ തന്നെ കാണാമല്ലോ, ഈ ഫെൽറ്റ്, വാണ്ടഡ്, റെഫ്യൂസ്ഡ്, ആസ്ഡ്, ട്രൈഡ്, remind, okay, had gone, and then scolded, everything, all these words are in past tense. Okay, so already finish ആയ ഒരു കാര്യമാണ് ആ കുട്ടി എഴുതുന്നത് ഡയറിയിൽ. സോ all the verbs are in പാസ്റ്റ് ടെൻസ്. ഓക്കെ, അതാണ്. പിന്നെ അതുമല്ല, ഇപ്പം നാളെ നടക്കാൻ പോകുന്ന കാര്യം, ഇപ്പം നാളെ ഞാനിപ്പോൾ ഉറങ്ങിയിട്ട് നാളെ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഒരു ട്രിപ്പ് പോവാണ്, അല്ലെങ്കിൽ നാളെ ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ്, ആ കാര്യം ഡയറിയിൽ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ടൈം വി ഹാവ് ടു യൂസ് ദ ഫ്യൂച്ചർ ടെൻസ്. ഓക്കെ, അപ്പോഴാണ് ഈ വിൽ ഹാപ്പൻ, വിൽ ഗോ, വിൽ കം, അങ്ങനെയുള്ള ഈ വില്ല് ഷാലൊക്കെ കൂട്ടിയിട്ട് ഫ്യൂച്ചർ ടെൻസിൽ എഴുതാം. ഓക്കെ, സോ ഒരു മെയിൻ പോയിൻ്റാണ്. സോ ഡയറി എൻട്രി എഴുതുമ്പോൾ യു ഷുഡ് ആൾവേസ് റിമെമ്പർ ദാറ്റ് യു ഹാവ് ടു യൂസ് പാസ്റ്റ് ടെൻസ് ഫോർ ദ തിങ്സ് ദാറ്റ് ഹാവ് ഓൾറെഡി ഹാപ്പൺ. ഓക്കെ, നമ്മൾ എന്തായാലും മാക്സിമം കഴിഞ്ഞ കാര്യമാണ് എഴുതുള്ളൂ. അപ്പോൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്തിട്ട് ആ ഡയറി എൻട്രി എഴുതാൻ ശ്രമിക്കുക. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഓക്കെ, സോ ഈ ഡയറി മേ ഇൻക്ലൂഡ് ഡേറ്റ് ഉണ്ടാവണം, ഒരു ഓപ്പണിംഗ് ലൈൻ ഉണ്ടാവും, പിന്നെ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, എന്താണ് അന്ന് അവർ പറയാൻ ഉദ്ദേശിക്കുന്ന കാരണം, പിന്നെ ബോഡി. അപ്പോൾ ഒരു കാര്യം പറഞ്ഞു, എൻ്റെ പെണ്ണ് പൊട്ടി, അങ്ങനെ, അല്ലെങ്കിൽ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടീന്ന് എഴുതാൻ നോക്കുക. അപ്പോൾ ഗിഫ്റ്റ് എങ്ങനെ കിട്ടി, ആര് കൊടുത്തു, എന്തിനു കൊടുത്തു, അങ്ങനെ. പിന്നെ ഫസ്റ്റ് എനിക്ക് ഐ ഗോട്ട് എ ഗിഫ്റ്റ് എന്ന് എഴുതാം. പിന്നെ അത് ആരാണ് കൊടുത്തത്, എപ്പോഴാണ് കൊടുത്തത്, എന്തിനു വേണ്ടിയിട്ട് കൊടുത്തു, ആ കാര്യമൊക്കെ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. ഓക്കെ, സോ നമ്മൾ ആ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പോകുന്ന കാര്യത്തിനെ പറ്റിയിട്ടാണ് ഫസ്റ്റ് ഒരു ഷോർട്ട് നോട്ട് കൊടുക്കണം. അതാണ് ബിഗിനിങ് ലൈൻ. ഓക്കെ, അതാണ് ഇൻട്രൊഡക്ഷൻ. ജസ്റ്റ് ഒരു ചെറിയ നേരത്തെ പറഞ്ഞപ്പോൾ ഗോഡ് ഗിഫ്റ്റ് അങ്ങനെ എഴുതുക. ഓക്കെ, അങ്ങനെ എഴുതിയിട്ട് പിന്നെ ആ കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങോട്ട് എഴുതുക. അതാണ് ഈ ബോഡി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, അതേപോലെ ഇവിടെ ഒരു ഫോർമാറ്റ് ആൾറെഡി ഇവിടെ കൊടുത്ത്, അല്ല, ഇവിടെ ഇത് ഒരു ഫോർമാറ്റാണ് ഡയറി എഴുതുന്നതിൽ.
പിന്നെ അഗൈൻ വേറെ ഒരു ഫോർമാറ്റും കൂടിയുണ്ട്, അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ സ്റ്റഡി ദ ഫോളോയിങ് ഡയറി എൻട്രി കെയർഫുള്ളി, ഐഡൻറ്റിഫൈ ദ ഫീച്ചേഴ്സ് ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ ദ ടേബിൾ ഗിവൺ ബിലോ. സോ സാമുവേൽ പെപ്പീസ് ഡയറിയാണ് 5th. അപ്പ് ഇറ്റ് ബീയിങ് വെരി കോൾഡ് ആൻഡ് ഗ്രേറ്റ് സ്നോ to the office and there all the morning. At noon dined at home, troubled at my wife's being simply angry with Jane. Our cook good servant is a good servant, though perhaps has faults and is cunning, and given her warning to be gone. So the office again where he was at late, and then I to my office, and there very late doing business. Home to supper and to the office again, and then late home to bed. Okay, it is very informal. തീരെ നമ്മൾ ശരിക്കും നമ്മൾ സംസാരിക്കുന്നത് പോലെ, ഓക്കെ, അതുപോലെ ആ രീതിയിൽ തന്നെയാണ് ഇവിടെ ഡയറി എഴുതിയിട്ടുള്ളത്. ഈ ഡയറീനെക്കാട്ടിലും ഇതിൽ നൗണില്ലാതെ വെർബ് വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഈ ഡയറി എൻട്രി ഉണ്ടായിരുന്നത്. ഓക്കെ, ഈ ഡയറി എൻട്രിനെക്കാട്ടിലും കുറച്ചും കൂടി ഇൻഫോർമലാണ് ഇത്. തീരെ ഒരു ഗ്രാമറിൻ്റെ ഇത് ആ കാര്യം ഒന്നും നോക്കാതെ ശരിക്കും നമ്മൾ വീട്ടിൽ പറയുന്നത് പോലെ ആ ഒരു ഫോർമാറ്റിൽ എഴുതിയതാണ് ഈ ഡയറി എൻട്രി. അപ്പോൾ ഇവിടെ ഡേറ്റിൽ എന്താണ് അവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ, 5th മാത്രം ഉണ്ട്, അവിടെ വേറെ എന്തില്ല, ഏത് ഡേ അങ്ങനെ ഒന്നുമില്ല. ബട്ട് ഇതിൽ നോക്ക് 6th January മന്ത് ഉണ്ടായിരുന്നു. ബട്ട് ഇൻ ദിസ് ഡയറി ഓൺലി ഡേറ്റ്, നോ മന്ത്, നത്തിങ്. ദെൻ ഓപ്പണിംഗ് എന്താണ്, അപ്പ് ഇറ്റ് ബീയിങ് വെരി കോൾഡ് ആൻഡ് ഗ്രേറ്റ് സ്നോ, അതാണ് ഓപ്പണിംഗ് ലൈൻ. അപ്പ് ഇറ്റ് ബീയിങ് വെരി കോൾഡ് ആൻഡ് ഗ്രേറ്റ് സ്നോ. ദെൻ നെക്സ്റ്റ് ഫീലിങ്സ് എക്സ്പ്രസ്ഡ്, എന്താണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ട്രബിളും സിംപ്ലി ആംഗ്രി, അവരുടെ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞിട്ട് ആംഗ്രിയും അപ്പോൾ ട്രബിളും മാത്രമാണ് ഇവിടെ എക്സ്പ്രസ് ചെയ്ത ഫീലിംഗ്. ട്രബിൾ, ദെൻ സിംപ്ലി ആംഗ്രി. ദെൻ ക്ലോസിങ് ലൈൻ എന്താ, ഹോം ടു സപ്പർ ആൻഡ് ടു ദ ഓഫീസ് അഗൈൻ ആൻഡ് ദെൻ ലേറ്റ് ഹോം ടു ബെഡ്, അതാണ് ലാസ്റ്റ് ക്ലോസിങ് ലൈൻ. അപ്പോൾ അതിലേക്ക് എഴുതാം. Okay, and then after returning home, Tansen write about the ecstatic moments he heard enjoyed that day. He records his feelings in his diary. What would his diary entry be? Okay, so after ടാൻസൺ വെൻറ്റ് ടു മീറ്റ് ഹിസ് ഗുരു, പിന്നെ അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത്, എങ്ങനെയാണ് ടാൻസൺ ഗുരുവിനെ കൊണ്ട് പാടിപ്പിച്ചത്, ദെൻ ഹീ കംസ് ബാക്ക് ടു ഹോം, ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ടാൻസൺ ഒരു ഡയറി എൻട്രി എഴുതുക. അപ്പോൾ അത് എന്തായിരിക്കും, എങ്ങനെയാണ് എഴുതുക, അതാണ് ഇവിടെ എഴുതേണ്ട ആൻസർ. അഗൈൻ ഐ എം ടെല്ലിങ് യു, if you feel that this space is enough, you can make use of it. You can write in your textbook itself. Otherwise it's better you can write the question in your notebook and write answers also. Okay, because this space is very short, it may not be enough, that's why I am telling. Okay, so these answers you have to complete. I will show you the character sketch. I will send you the answers for the character sketch of Tansen, Sanderidas, and also yes, the diary entry. Okay, the diary entry of yes, Tansen. Okay, I will send you the answer. You can refer and you can complete the answers. Okay, thank you children. This is the answer for Tansen's diary entry. Okay, you can refer, you can write on your own. I am just giving a reference only for you. Okay, and then next, this is character sketch of Tansen. Okay, character sketch of Tansen answer on. And then next, this one, character sketch of Sant Haridas. Character sketch of Sant Haridas. So you just refer all these answers and then complete your activity. Okay, thank you children.